ദർസിലൊരിക്കൽ എന്നെ വിളിച്ചു. ദലായിലുൽ ഖൈറാത്തിന്റെ മതാലിഉൽ മസറാത്ത് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട അല്ലാമ ഫാസി റളിയല്ലാഹു അൻഹുവിന്റെ ശറഹ് എടുത്ത് കാണിച്ചിരിയാണ്. മൊറോക്കോയിലെ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം സഹോദരന്മാർക്ക് പരിചയം ഉണ്ടാവും. നമ്മൾ വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, അൽ കഹ്ഫും സ്വലാത്തും എന്ന് പറഞ്ഞ ചൊല്ലലുണ്ടല്ലോ. ഉമ്മമാർക്കൊക്കെ സുന്നത്താണത്. ഏത് സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. വെള്ളിയാഴ്ച ദിവസം അൽ കഹ്ഫ് ഓതലും ഉമ്മമാർക്ക് സുന്നത്താണ്. രാത്രിയും വ്യാഴാഴ്ച രാത്രിയും വെള്ളിയാഴ്ച പകലുമൊക്കെ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ സുന്നത്താണെന്നാണ് ഫുഖഹാ പറഞ്ഞത്. സ്വല്ലൽ സുന്നത്താണല്ല, സ്വലാത്ത് വർദ്ധിപ്പിക്കൽ സുന്നത്താണ്. ആ വർദ്ധിപ്പിക്കുക എന്ന മിനിമം സുന്നത്ത് കിട്ടണമെങ്കിൽ 300 സ്വലാത്ത് ചൊല്ലണമെന്നാണ് മഹാന്മാർ പറഞ്ഞത്. 600 ചൊല്ലിയാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞവരുമുണ്ട്. ഏതായാലും അതിന് നമ്മൾ പൂർവികരായ ആളുകൾ ദലായിലുൽ ഖൈറാത്തിന്റെ വെള്ളിയാഴ്ച മാത്രം ചൊല്ലുന്ന ഭാഗം കൂട്ടിയിട്ട് ഉള്ള ഭാഗമാണ്. അതെങ്കിലും നമ്മൾ പതിവാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന്റെ മുസന്നിഫ് മഹാനരായ സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു മറവിട്ട് കിടക്കുന്ന സ്ഥലത്ത് വെള്ളപ്പൊക്കമുണ്ടായ തിരയടിച്ച് കബറൊക്കെ പൊളിഞ്ഞ് ഭയങ്കര പ്രയാസമായപ്പോ അവിടുത്തെ വലിയ രാജാവിന് സ്വപ്നം കാണിച്ചു കൊടുത്ത് അദ്ദേഹം എനിക്കിവിടെ പ്രയാസമുണ്ട്, ഇവിടെ തന്നെ മാറ്റി മറവ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ നാട്ടിലെ ആലിമീങ്ങളും വലിയ പ്രഭുക്കളും എല്ലാവരും ഒരുമിച്ച് കൂടി അവിടെ നിന്ന് മാറ്റി മറവ് ചെയ്ത ചരിത്രം മതാലിഉൽ മസറാത്തിലും മറ്റു കിതാബുകളിലും ഒക്കെ ഉണ്ട്. ആ ചരിത്രമാണ് ഉസ്താദ് കാണിച്ചു തരുന്നത്. അപ്പൊ അവിടെ അതിൽ കാണാം മഹാനവറുകൾ വഫാത്തായതിന്റെ ശേഷം ഈ കബർ തുറന്നു നോക്കുമ്പോ കഫൻ തുണിക്ക് പോലും ഒരു കുഴപ്പവുമില്ല. ആരോ ഒരാള് അവരുടെ മുഖത്ത് ഇങ്ങനെ കൈകൊണ്ട് നെക്കിയത്രേ. ആ നെക്കിയപ്പോ ചോര ഇങ്ങനെ ഉണ്ടാവുമല്ലോ, നമ്മള് ശരിക്ക് നമ്മൾ ഹയാത്ത് കാലത്ത് ഇപ്പൊ ഇങ്ങനെ കൈ ഇങ്ങനെ നെക്കിയിട്ടുണ്ടെങ്കിൽ ചോര ഇങ്ങനെ മാറി നിൽക്കൂലേ, പിന്നെ വിട്ടേക്കിന് ആ ചോര അതേപോലെ ഹയാത്ത് കാലത്തുള്ളത് പോലെ തന്നെ ഒരു കുഴപ്പവുമില്ല. തല ഹൽക്ക് ചെയ്ത അവസ്ഥയിലാണ്, കുറ്റിമുടികൾ മാത്രമുണ്ട്, ഒരു കുഴപ്പവുമില്ല. അങ്ങനെ അവിടുന്ന് മാറ്റി മറവ് ചെയ്തു. ഭയങ്കരമായ സുഗന്ധം അടിച്ചു വീശിയിരുന്നു. ആ ചരിത്രമൊക്കെ ഉസ്താദ് ഇങ്ങനെ വിശദീകരിച്ചത് ഞാൻ ഓർക്കുകയാണ്. മതാലിഉൽ മസറാത്തിൽ കാണാം ബഹുമാനപ്പെട്ടവരുടെ മക്ബറയുടെ അരികിൽ ആളുകൾ കാനൂ യസ്ദഹിമൂന, ജനങ്ങൾ അവിടെ സിയാറത്തിന് തിക്കും തിരക്കുമാണ് അവിടെ മക്ബറയിൽ. വകാനൂ യുക്തിറൂന ദലായിലുൽ ഖൈറാത്തി ഇൻദ ഖബരിഹി, അവിടുത്തെ ഖബറിന്റെ അരികിൽ ആ ദലായിലുൽ ഖൈറാത്ത് ഖത്മു ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ട് എന്ന് അല്ലാമ ഫാസി തങ്ങൾ തന്റെ മതാലിന്റെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അത്തരം മഹത്തുക്കൾ ഉണ്ടാക്കിയ ആ സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻകുന്ത തർഗബു അൻ തസുറ മുഹമ്മദാ ഫഖറ കിതാബ ദലായിലുൽ ഖൈറാത്തി, റസൂലുള്ളാഹിനെ സന്തോഷിപ്പിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ ദലായിലുൽ ഖൈറാത്ത് മുറുകെ പിടിച്ചോ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ലാഫി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയത് നമുക്ക് പറഞ്ഞത് കാണാം. അതുകൊണ്ട് തന്നെ ദലായിലുൽ ഖൈറാത്ത് നമ്മൾ ചൊല്ലണം, അതിന്റെ ആളുകളാവണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എൻ്റെ ഏട് കിട്ടും നമുക്ക്. ദിവസം ഒരു 5-10 മിനിറ്റ് ചെല്ലാനുള്ളതേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട്. നമ്മള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ചൊല്ലുന്ന ഒരുപടി സ്വലാത്തുകൾ, ആയിരക്കണക്കിന് സ്വലാത്തിന്റെ വാചകങ്ങൾ മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹുവിന്റെ ശവാഹിദുൽ ഹഖ് സഅദത്തു ദാറൈനിയിൽ 100 കണക്കിന് സ്വലാത്തിന്റെ വാചകങ്ങൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് കാണാം. ഫാത്തിമ റളിയല്ലാഹു അൻഹ പതിവാക്കിയിരുന്ന സ്വലാത്താണെന്ന് പറഞ്ഞ് യൂസുഫ് നബ്ഹാനി തങ്ങൾ പരിചയപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലിഹി